അതെന്താണ് അങ്ങനെ? അവർ അഡ്വാൻസ് വന്ന കാശിനല്ല വീട് വാങ്ങിയേ. അതെ അങ്കിൾ, ഇനി അതാണ് അടുത്ത പ്രശ്നം. പെട്ടെന്ന് അവര് വസ്തു വേണ്ടെന്ന് പറയാനുള്ള കാരണം ചോദിച്ചില്ലേ? ആ വസ്തുവിന് വേറൊരു അവകാശി കൂടി ഉണ്ടെന്ന് ആരോ ആ പാർട്ടിയോട് പോയി പറഞ്ഞു. അതിനിപ്പോ നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യാനാ? അവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ. മാവരുടെ ഏട്ടനുണ്ട്, ഒരു സബ് ഇൻസ്പെക്ടർ വീട്ടിലുണ്ട്. ആരുണ്ടായിട്ടും കാര്യമില്ലമ്മേ. എന്തുകൊണ്ടാണ് അവരങ്ങനെ ഒഴിഞ്ഞു മാറുന്നതെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഭാവനയോ ഞാനോ അവിടെ വേണം. ഓഹോ, അപ്പൊ നീയാണ് ഇവിടെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നതല്ലേ? ആന്റി, ഇതങ്ങനെ നിസ്സാരമായിട്ട് കണ്ടില്ലെന്ന് വെക്കാൻ പറ്റുന്ന ഒന്നല്ല. അമ്മയാകെ പേടിച്ചിരിക്കുക. ഇതിലിപ്പോ പേടിക്കേണ്ട കാര്യം ഒന്നുമില്ല ഭാവന. മോളെ, ഇതാരോ മനഃപൂർവ്വം ബ്ലോക്ക് ആക്കാൻ നോക്കിയതാ. അതിന് ടെൻഷൻ അടിക്കാനൊന്നും പോണ്ട. ഒരാളല്ലെങ്കിൽ അടുത്ത ആള് വരും. പക്ഷെ വാങ്ങിയ അഡ്വാൻസ് കാശ് തിരിച്ചു കൊടുക്കണ്ടേ സർ? അതിനൊക്കെ സാവകാശം കിട്ടും സൂര്യ. ഇത് അവരായിട്ട് പിന്മാറുന്നതല്ലേ, അതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജയ്, ഈ കാര്യത്തിൽ ഭാവന കൂടി ഇടപെടേണ്ടി വരും. ഇവര് പോയിട്ട് വരട്ടെ. ആ അതെ, ഇടപെടേണ്ടി വരും. അതുകൊണ്ടാ ദേവേട്ട ഭാവനോട് ഞാൻ പോണ്ടാന്ന് പറഞ്ഞത്. ഇപ്പൊ മനസ്സ് ശരീരമൊക്കെ നല്ലപോലെ റെസ്റ്റ് എടുക്കേണ്ട സമയോ. കാര്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് പോവാതിരിക്കുന്ന എങ്ങനെയാ അമ്മേ? അങ്ങനെയാണെങ്കിൽ നീയും ദേവേട്ടനും കൂടെ പോയിട്ട് വാ. അല്ലെങ്കിൽ പിന്നെ ഞാനും ദേവേട്ടനും കൂടെ പോയിട്ട് വരാം. ഞാൻ പോകേണ്ടടുത്ത് അങ്കിളും ആന്റിയും കൂടെ പോയാൽ എങ്ങനെയാ? അതെന്താ? നിന്റെ കുടുംബത്തിനൊരു ആവശ്യം വന്നാ ഞങ്ങൾ ഇടപെടണ്ടേ? ആന്റി, ഞാൻ അങ്ങനെ പറഞ്ഞോ? അങ്കിളിനും ആന്റിക്കും എപ്പോ വേണമെങ്കിലും എന്റെ കുടുംബത്തിലേക്ക് വരാം. പക്ഷെ ഈ കാര്യത്തിൽ അങ്കിളും ആന്റിയും പോയി എന്ത് സംസാരിക്കാനാ? മോളെ, ഇവളങ്ങനെ പലതും പറയും. നിങ്ങളതൊന്നും കാര്യാക്കണ്ട. നിങ്ങൾ ഇറങ്ങിയ വഴി പോകാൻ നോക്ക്.